ശരിക്കും പറഞ്ഞാൽ ഇവിടത്തെ ചില സ്ഥലങ്ങളിൽ നല്ലോണം നടക്കാൻ പറ്റുന്ന ഒരു ഇതായിട്ടുണ്ട് കേട്ടോ. ടാറിട്ട റോഡല്ല ഇത്, ഒരു സിമെൻ്റ് ഇട്ടിട്ടുള്ള റോഡ് അല്ലേ. ചില സ്ഥലങ്ങളിൽ അങ്ങനെയാണെങ്കിൽ അതുമല്ല. ഇതേ ഓരോ ട്രിപ്പ് അവരിന് അങ്ങനെ കൊണ്ടുവരുന്നുണ്ട്. ഇത് ഫുള്ള് സീനറി. ഇതാണ് ശരിക്കും കാണേണ്ടത്. ഇതേ മഞ്ഞിൻ്റെ ഫീലിംഗ് ഒക്കെ വരുന്നുണ്ട് കേട്ടോ. ഇവിടെ ഇപ്പം മഴയുടെ ചെറിയൊരു ഇങ്ങനെ ഇലമേലത്തെ വെള്ളമാണ് വീണുകൊണ്ടിരിക്കുന്നത്. ഇപ്പം മഴ പെയ്യണില്ല, അത് കാരണം ഇത്തിരി സമാധാനമുണ്ട്. കാരണം ഫോണിലേക്ക് വെള്ളം വിടില്ലല്ലോ. നമുക്ക് ടെൻഷൻ, ആകെയുള്ളൊരു ടെൻഷൻ മഴ പെയ്തിട്ട് വെള്ളം ഇറങ്ങുമോ, ഫോൺ കേടാവോ, അങ്ങനെയുള്ളൊരു തന്നെ ഉള്ളൂ കേട്ടോ. വേറെ കുഴപ്പമൊന്നുമില്ല. അപ്പം അങ്ങനെ നമ്മൾ പോയിക്കൊണ്ടിരിക്കുന്നതാണ്. ഇനിയും നമുക്ക് കുറച്ചും കൂടി ദൂരം പോകാനുണ്ട്. അപ്പോൾ കണ്ടാ ഇതാണ് നമ്മുടെ ചേട്ടൻ. അപ്പോൾ കാടിനെ ഇഷ്ടപ്പെടുന്നവർക്കൊക്കെ വരാൻ പറ്റിയ നല്ലൊരു ഏരിയയാണ് കേട്ടോ. അപ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞില്ലേ, 2 സമയങ്ങളിലാണ് ഇവർ അനുവദിക്കണുള്ളൂ, അതായത് ബാച്ചുകളായിട്ട്. അപ്പോൾ പേടിക്കാനൊന്നുമില്ല, നമ്മുടെ ഒപ്പം ഗൈഡും ഉണ്ടാവും, ധൈര്യമായിട്ട് വരാം. എത്ര നല്ല സ്പീഡിൽ നടന്നാൽ അവിടെ എത്തിക്കഴിഞ്ഞാൽ അത്രയും നമുക്ക് നേരം ആ വെള്ളച്ചാട്ടത്തിൽ സ്പെൻഡ് ചെയ്യാം. അതാണ് അതിൻ്റെ ഒരു പോയിൻ്റ്. നമ്മളിത്തിരി നേരം വൈകിട്ട് കയറി വന്ന കാരണം കൊണ്ട് കുറച്ച് സമയമാണ് നമുക്ക് ആ വെള്ളച്ചാട്ടത്തിൽ നിൽക്കാൻ പറ്റുള്ളൂ. പിന്നെ ഇവർ 1:30 തൊട്ടിട്ട് 4:30 വരെയാണ്, 5 മണി വരെ കൊണ്ട് സമയം പറഞ്ഞേക്കണേ. സമയത്തിൻ്റെ ഉള്ളിൽ ഇറങ്ങണം. ഒരുവിധം എല്ലാ ഏരിയയിലും ഇതേപോലെ തന്നെയാണ് കേട്ടോ. 4:30, 5 മണി അതിനുള്ളിൽ നമ്മളുടെ അടുത്ത് അവിടെ നിന്ന് പോകാൻ പറയുകയാണ്. കാരണം എന്താണെന്ന് വെച്ചാൽ വന്യമൃഗങ്ങളൊക്കെ ഉള്ള ഏരിയ ആണല്ലോ. അപ്പോൾ അവർക്ക് അവരുടെ സ്ഥലത്ത് നിൽക്കാനുള്ള അവർക്കുള്ള അധികാരം നമ്മളായിട്ട് തടസ്സപ്പെടുത്തുന്നത് ശരിയല്ലല്ലോ. അപ്പോൾ അതുകൊണ്ട് അവരുടെ സമയം ആയിക്കോട്ടെ എന്ന് വിചാരിച്ചിട്ടാണ്. നമ്മൾ മഹാഗണി തോട്ടത്തിൽ പോയപ്പോൾ അവർ പറഞ്ഞു അങ്ങനെ 8 മണി കഴിഞ്ഞിട്ട് ആണ് നമുക്ക് ടിക്കറ്റ് കൊടുത്തു തുടങ്ങണമെന്നാണ് പറഞ്ഞത്. അപ്പോൾ അതിന് മുന്നാണ് ശരിക്കും ആന അതുപോലെ വന്യമൃഗങ്ങളൊക്കെ ഇറങ്ങണ സമയം. ആ സമയത്തൊന്നും ഇവർ ഫോറസ്റ്റിൻ്റെ ആൾക്കാർ വന്ന് നമുക്ക് പോണ വഴിയിൽ ഉണ്ടെങ്കിൽ ഇവരെന്ത് ചെയ്യുന്നത് വെച്ചാൽ പടക്കം പൊട്ടിച്ചിട്ട് എറിയാണ്. അപ്പോൾ ആ സൗണ്ട് കേട്ടിട്ടാണെങ്കിലും അവർ പോവും. അപ്പോൾ ആളുകളെ ആക്രമിക്കാണ്ടിരിക്കാനും അപകടം ഇല്ലാണ്ടിരിക്കാനുമാണ് അവരങ്ങനെ ചെയ്യണേ. അവരുടെ ജോലിയുടെ ഭാഗമായിട്ടും നമ്മുടെ പ്രൊട്ടക്ഷൻ്റെ ഭാഗമായിട്ടും. അപ്പോൾ അങ്ങനെ ഒരു ഫേവറാണ്. അപ്പോൾ അവർ പറയുന്ന കാര്യങ്ങളൊക്കെ നമുക്ക് അനുസരിക്കേണ്ടതുണ്ട്. അപ്പം നമുക്ക് അങ്ങനെ സ്പീഡിൽ നടക്കാൻ പറ്റാത്ത കാരണം കൊണ്ടാണ്. അപ്പോൾ അവർ പരമാവധി ഫേവർ ചെയ്തു കേട്ടോ. കാരണം നമ്മൾ സ്ലോയിലാണെന്ന് അറിഞ്ഞപ്പോൾ തന്നെ നമ്മൾ വാച്ച് ചെയ്യാനും അതുപോലെ നമ്മുടെ ഒപ്പം അവരൊപ്പം എത്തിക്കാനും ആ ഗൈഡ് നന്നായിട്ട് നമ്മൾക്ക് സഹായം ചെയ്തു. ഇരുട്ടായി തുടങ്ങിയിട്ടാ. ഇരുട്ടിൻ്റെ ഫീലിങ്നെസ് നമുക്ക് കാണാൻ പറ്റും. കണ്ടോ, അതിൻ്റെ ഉള്ളിൽ ഫുള്ളും ഇരുട്ടാ. കണ്ടോ, സൂപ്പർ സംഭവമാണ്. ഇവരെ പേടിയതല്ല, നമ്മുടെ ജീവൻ എന്തെങ്കിലും അപകടം പറ്റുമോ എന്ന് വിചാരിച്ചിട്ടുള്ള പേടി കൊണ്ടാണ് നമ്മൾ വേഗം അവിടേക്ക് എത്തിക്കാൻ നോക്കണത്. ശരിക്കും പറഞ്ഞാൽ അവർക്കും ഒരു റിസ്ക് ഉണ്ടല്ലോ. അതുകൊണ്ടാണ് അവർ ആ ഗൈഡ് എന്നുള്ള ആ പൊസിഷനിൽ ഇരിക്കണേലോ. അപ്പോൾ അതുകൊണ്ടാണ് നമ്മളോട് പറയുന്നത് വേഗം ഇറങ്ങാൻ. നമുക്ക് ഒരു മൃഗത്തെങ്കിലും കാണണം എന്നൊക്കെ ഉണ്ട്, പക്ഷേ ധൈര്യമില്ല, അത് വേറെ കാര്യം. അപ്പം അങ്ങനെ ഇതാണ്. അപ്പോൾ ശരിക്കും കാട് വരുന്നത്. അപ്പോൾ ഈ 2 ഗൈഡുമാർ വന്നിട്ട് ഈ കല്ലുമ്മ ലാൻഡ് ചെയ്യുമ്പോൾ അങ്ങോട്ട് കണ്ടോ, ശരിക്കും ഉരുളം കല്ലാണ് കേട്ടോ. ഇതിൽ കൂടെയാണ് നമുക്ക് നടക്കേണ്ടത്. കണ്ട ഈ ചുവന്ന കളറില്ലേ, അത് ഇലയാണ്, മുകളിൽ നിന്ന് വീണിട്ടുള്ള ഇലയാണ്. കുറച്ച് നടക്കാണ്ട് കേട്ടോ. എളുപ്പല്ല. അതെ ഉരുളം കല്ല്.
കാലത്ത് വരികയാണെങ്കിൽ വലിയ മഴയുണ്ടായിരുന്നില്ല എന്ന് കേട്ടോ. ഉച്ച കഴിഞ്ഞപ്പോഴേക്കും മഴയായി. ഉണ്ടാക്കത് ശരിക്കും പറഞ്ഞാൽ പൊക്കാലേ. ദേ ശരിക്കും അവിടെ നിന്നും മഴ പെയ്തിട്ട് വെള്ളച്ചാട്ടം ചെറുത് കണ്ട വെള്ളം വരുന്നുണ്ട് ചെറിയ രീതിയിൽ. അപ്പോൾ ശരിക്കും പറഞ്ഞാൽ ആ സമയത്ത് വരികയാണെങ്കിൽ ഇവിടെ നിന്ന് വെള്ളച്ചാട്ടം കാണാൻ പറ്റുന്ന ഏരിയ കേട്ടോ. ചെറു വെള്ളച്ചാട്ടങ്ങൾ. ആറ്റം കൂടുതൽ ആറ്റാണ്ട് നടക്കുക. അപ്പോൾ വീഡിയോ എടുക്കുമ്പോഴേ